ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി പാറ്റേൺ ചെയ്യാവേ. യോഗ് ഡിസൈനാണ്, ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാട്ടോ. ഇതിലും ഈസി ആയിട്ടുള്ള വർക്ക് വേറെ ഇല്ലെന്ന് തന്നെ പറയാം, അത്രയ്ക്ക് ഈസിയാണ്. പാറ്റേണിൻ്റെ ആവശ്യമില്ല, ആക്ച്വലി നമുക്ക് പാറ്റേൺ വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് വരച്ച് കാണിക്കുന്നതേ. അപ്പം നമ്മുടെ പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ്. ഒരു കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ഇവിടെ ഒരു ഓവൽ, ഇവിടെ ഒരു കർവ് ഒന്ന് ചരിച്ചാണ് വരുന്നത്. നമുക്ക് നല്ല വൈഡ് യൂനെക്ക് എന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ കറക്റ്റ് ഒരു ബോക്സ് ഷേപ്പ് എന്ന് പറയാനും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല കറക്റ്റായിട്ട് നല്ല നമ്മുടെ യോക്ക് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ കറക്റ്റായിട്ട് വളഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ താഴത്തെ ഒരു പ്ലീറ്റ്സാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ഷേപ്പ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റിയാൽ താഴത്ത് പ്ലീറ്റ്സാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഏരിയയിൽ നമ്മൾ ഇതാണ്ട് ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സ് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു ഈസി വർക്കാണ് കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ഗോൾഡൻ ബീഡ് വേണം, നമുക്ക് നീഡിൽ നമ്പർ 12 വേണം. ഈ നീഡിൽ നമ്പർ 12 തന്നെ വേണമെന്നില്ല, അത്യാവശ്യം നല്ല ഹോള് വലുപ്പമുള്ള ബീഡാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ ബീഡ് കോർക്കാൻ പറ്റുന്ന ടൈപ്പ് നീഡിലായാലും പ്രശ്നമില്ല, കാരണം എല്ലാവരുടെ കയ്യിലും ഇതുപോലുള്ള നീഡിൽ എന്തായാലും കാണും. ഈ ഗോൾഡൻ ബീഡ് മാത്രം മതി. പിന്നെ നമുക്ക് മെറ്റീരിയൽ, നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ജോർജറ്റാണ്. അപ്പോൾ അതിന് വേണ്ട സെയിം കളർ സ്വിങ് ത്രെഡ് നീഡിൽ നമ്പർ 12. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്താ ഇതുപോലെ വരുന്നത്. ഫുള്ളും ഈ ഗോൾഡൻ ബീഡിൻ്റെ കളി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് സ്പ്രെഡിങ് മാത്രം മതി. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കണ്ടോ, ഒരു സ്ലാൻഡിങ് ലൈൻ പോലെ ഞാൻ ഈ ചെറിയ ചെറിയ ഡോട്ട് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു മിഡിൽ വരെയും ഇതുപോലെ ചെരിച്ചാണ് ഞാൻ ഇതുപോലെ ഡോട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഡോട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഡോട്ട് വേണമെന്നില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെറിയ രീതിയിൽ സ്പ്രെഡിങ് ഇട്ട് ബീഡ്സ് കോർക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മെറ്റീരിയലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് കണ്ടല്ലോ, ഇതുപോലൊരു വൈഡായിട്ടൊരു നല്ലൊരു കർവ് ഷേപ്പിനാണ് യോക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു 12 to 13 ഇഞ്ച് മതി കേട്ടോ. 12 to 13 ഇഞ്ച് വരെ നമുക്കിതുപോലെ നമ്മുടെ യോക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. താഴോട്ട് ഈ വരുന്ന ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വരുന്നത്. പ്ലീറ്റ്സ് വരുന്ന ഭാഗം ഇതാണ് നമ്മുടെ പ്ലീറ്റ്സ് വരുന്ന ഭാഗം. ഒരു 12 to 13 ഇഞ്ചസിൽ മാത്രം എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യുക, നമുക്ക് ഈ ബീഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം.
ഓക്കെ, അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നമ്മുടെ പാറ്റേൺ വരുന്നത് വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു ചെറിയൊരു സ്ലോപ്പ് പോലെ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയും നോക്കണ്ട, റാൻഡം വൈസ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് ചെയ്യാം. ഏകദേശം ഇത്ര ഗ്യാപ്പെങ്കിലും കൊടുക്കണം കേട്ടോ. നമുക്ക് ഫുള്ള് നമുക്ക് ഈ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഇത്രയും ഗ്യാപ്പ് തോന്നിക്കത്തില്ല. പക്ഷേ ഈ ഒരു ചെറിയൊരു നമ്മൾ സൂം ചെയ്തതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് തോന്നിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു ഗ്യാപ്പ് കൊടുത്ത് വേണം ചെയ്യാൻ. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കൊരു 1 മണിക്കൂർ തികച്ച് വേണ്ട ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ യോക്ക് ഫുള്ളായിട്ടും വരുന്ന വർക്കാണ്, വളരെ ഈസിയാണ്. ഇതുപോലുള്ള ചെറിയ ഗോൾഡൻ റൗണ്ട് ബീഡ്സ് മാത്രം മതി നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നുണ്ട്. അടിപൊളി ഒരു വർക്കാണ്, ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, വെറും 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ്. ഇതുപോലെ ഒരു 12 ഇഞ്ചിൽ യോക്ക് കൊടുക്കുക. നമ്മുടെ ഗോൾഡൻ കളർ ബീഡ്സ് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി വർക്കാണ്. നമുക്ക് താഴത്തോട്ട് വരുന്നത് പ്ലീറ്റ്സ് ആണ് കേട്ടോ. ആ 12 ഇഞ്ചിൽ താഴത്തോട്ട് നമുക്ക് പ്ലീറ്റ്സ് വെച്ചാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.